ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് എവിടേക്കാണ് അറിയുമ്പോൾ നമ്മൾ ഇന്ന് മൂന്നാറിലേക്കാണ് പോകുന്നത്. ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമുക്കിന്ന് പോണ്ടേ? ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമുക്കിന്ന് പോണ്ടേ? അപ്പോൾ ഇത് അങ്ങോട്ട് പോകുമ്പോൾ മുങ്ങുണ്ട്, അങ്ങനെയല്ല. ഞാൻ എപ്പോഴും എന്താ പറയുക, പുറത്ത് കയറി ഇരുന്നിട്ടുണ്ട്. ഞാൻ ചെറിയൊരു സഫാരിയൊക്കെ പോയിട്ട് വന്നേ. ആ വീഡിയോ മാത്രം എടുത്തിട്ടില്ല ഗൈസ്. രാത്രി ഇനി നല്ല രസമാണ് കേട്ടോ. സംഭവം പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ ഓഫ് റോഡിന് പോയി തിരിച്ച് വരുമ്പോഴുള്ള പിക്സാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ജീപ്പിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് പാട്ടൊക്കെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് വന്നതിൻ്റെ ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ പോയിട്ട് വീണ്ടും സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി. ബിക്കോസ് സിമ്പിൾ കണ്ടാൽ പിന്നെ ഇറങ്ങാതെക്കാൻ തോന്നൂല കേട്ടോ. അത്രയും അടിപൊളിയാണ്. നല്ല തണുത്ത വെള്ളവും തണുത്ത ക്ലൈമറ്റൊക്കെ പാടാകുമ്പോൾ സീനാണ്. ആൻഡ് ദിസ് ഇസ് ദ സ്റ്റേക്കേഷൻ ഈസ് വെരി വെരി പ്രറ്റി. കാരണം നല്ല രസമാണ്. ഇനി നല്ല സ്റ്റേക്കേഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് കളിക്കുന്ന പിക്സൊക്കെയാണ് കാണിക്കുന്നത്. ഞാനാണെങ്കിൽ കുട്ടികളെ ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. മുട്ടിനത്ര വെള്ളമല്ലേ, അപ്പം പതുക്കെ ഇങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നോക്കിയതാണ്. പിടിച്ചിട്ടാണ് ഞാൻ ആക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താ പറയുക, വരുന്ന വഴിക്ക് തേയിലത്തോട്ടത്തിലൊക്കെ കയറി. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ പിക്സാണ് കാണിക്കുന്നത് കേട്ടോ. നല്ല ക്ലൈമറ്റാണ്. പിന്നെ ഞങ്ങൾ ഓഫ് റോഡിന് ഇപ്പോൾ പോണത് ഞങ്ങൾ ആനക്കുളം കാണാനാണ്. ആനകളെ വെള്ളം കുടിക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഞങ്ങളെ ഭാഗ്യം കൊണ്ടാണ്, സത്യം പറഞ്ഞല്ലോ, ഞങ്ങളെ ഭാഗ്യം കൊണ്ടാണ് ഞങ്ങളടിച്ച് ആനക്കുളത്തിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് ചെന്നപ്പോൾ ഒരു ആന മാത്രം. സാധാരണ എല്ലാ ദിവസവും എന്താ പറയുക, ഇവിടെ കുറേ ആനകളുണ്ടാവും. 5-6 ആനകൾ വരാറുണ്ടേന് പോലും. ബട്ട് നമ്മളെ ഭാഗ്യം കൊണ്ട് ഒരു ആന മാത്രം വന്നിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ കാടിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പം ഉള്ള വഴിയാണ് നിങ്ങളിത് കാണുന്നത്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു മോണിക്ക കളിച്ചിട്ടുണ്ടായിരുന്നു. മോണിക്ക പിന്നെ ഒരു ആറ്റിറ്റ്യൂഡ് വാക്കൊക്കെ ആവാന്നുള്ളൊരു മട്ടിലാണ് ഞാനിപ്പം നടക്കുന്നത്. ദെൻ ഞങ്ങൾ ജീപ്പിൽ പോകണം. ചെറിയൊരു പിക്കാണ്. കുലിങ്ങണെങ്കിൽ ഞാൻ മസ്റ്റ് നിങ്ങൾക്ക് ഞാൻ എന്താ പറയുക പറഞ്ഞുതരാം. എന്തായാലും ഓഫ് റോഡിന് വേഗം നല്ല കുലിങ്ങ, അതാണ് എൻ്റെ മെയിൻ ഹോബി. ദെൻ വീണ്ടും ഒരു ആറ്റിറ്റ്യൂഡ് വാക്കിൽ എങ്ങോട്ടാണ് പോകണം അറിയാം. പതുക്കെ പതുക്കെ തന്നെ ഒരു മഴ പെയ്തുകൊണ്ട് തന്നെ ചെറിയൊരു വൈക്ക് ഉണ്ടായിരുന്നു. പതുക്കെ പതുക്കെ പിടിച്ച് വരുന്നത് കേട്ടോ. ദെൻ നമ്മൾ ഒരു വാട്ടർഫോൾ കാണാനാണ് വന്നത് കേട്ടോ. നല്ല വാട്ടർഫോൾ, വലിയൊരു വാട്ടർഫോളാണ്, വേണമെങ്കിൽ കണ്ടോളൂ. നല്ല അടിപൊളിയാണ് കേട്ടോ. സീനാണ്. കണ്ടോ നല്ല വാട്ടർഫോളാണ്. പതുക്കെ ഇങ്ങനെ നല്ല ശക്തിയിലാണ് ഇതിങ്ങനെ പോകുന്നത്. അടി വരെ പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ സീനാണ്. ദെൻ പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി ജസ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കാടിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് ജസ്റ്റ് നടന്നാൽ മതി കേട്ടോ. ഒരിത്തിരി നടന്ന് ഞങ്ങൾക്ക് നല്ല അടിപൊളി കാണാൻ കഴിയും. ഞങ്ങൾ ജീപ്പ് കയറിയപ്പോൾ വേറൊരു ഷോട്ടാണ്, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോവാണ് അങ്ങനെ പാട്ടൊക്കെ പാടി നമ്മൾ പിന്നെ പോണതൊരു കുളം കാണാനാണ്. പക്ഷെ കുളത്തിലെത്തിയപ്പോൾ ഉള്ള ഫോട്ടോ മാത്രമേ ഉള്ളൂ. അത് വേണമെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. ദെൻ ഞാൻ എന്ത് ചെയ്ത് പോണ പിക്ക് എന്താ പറയുക, ഇത് കാണിച്ചു തരാണ് റോഡ്. നമ്മൾ നമുക്ക് ഇറങ്ങിയില്ല, കാരണം ലക്കപ്പാടൊരു കൊച്ച് മാതിരിയാണ് കിടക്കുന്നത്. ചില വീഡിയോസിന് മുമ്പ് മറ്റേതൊക്കെ കൊണ്ടുപോയിട്ടിട്ട് എനിക്കെന്തായാലും ഇങ്ങനെ മുന്നിൽ കൊണ്ടുപോയി ഇടയും കഴിഞ്ഞിട്ടാണ്. ദെൻ പോണ പിക്കൊക്കെ അടിപൊളിയാണ്. നല്ല തണുത്ത ക്ലൈമറ്റാണ് മൂന്നാറിൽ. ദെൻ ഞങ്ങൾ പോണ വഴിക്കുള്ള ഓഫ് റോഡിൻ്റെ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ഓഫ് റോഡ് ഉണ്ടെന്ന്. പിന്നെ കുലുങ്ങി നല്ല രസമാണ് കേട്ടോ. ഒരു എക്സ്പീരിയൻസ് ആണ് അതിൽ പോവാറിയണത്. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് എന്തൊക്കെ പറയുന്നുണ്ട്, എനിക്കെന്താണെന്ന് ഓർമ്മയില്ല. നമ്മൾ പോവാണ് ട്രിപ്പിന് മൂന്നാറിലേക്ക് പോവുകയാണ്, ഓഫ് റോഡിന് പോവുകയാണ്. നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെ കുറേ പറഞ്ഞ് പോയിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പോകുന്നു വേറെ ഒന്നുമില്ല. ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഒരു സ്ഥലത്തേക്ക് ഇറങ്ങണം. പിന്നെ അവിടെ ഒരു 2 ജീപ്പ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത്രയും ഫ്രണ്ടിലാണ് നമ്മൾ വരുന്നത്. ഇതിന് ഇവിടെ നല്ല രസമാണ് ഗൈസ്. ഒരു കാടിൻ്റെ ഉള്ളേരിയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ല സ്ഥലം കേട്ടോ. ദെൻ ഞങ്ങളെ ജീപ്പവിടെ കുറേ ജീപ്പ് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ടൂറിസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വെറുതെ കണ്ടപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. മഴ പെയ്യുമ്പോൾ നല്ലൊരു തണുപ്പുള്ളൊരു ക്ലൈമറ്റൊക്കെയാണ്. പിന്നെ ഒരു ജീപ്പ് അതാ അവിടെ നിർത്തിയിട്ടിരിക്കുന്നു. ഇനി അത് വരുമെന്നാവോ, ശരിക്കും ഓർമ്മയില്ല ഗൈസ്. ദെൻ ആ ജീപ്പിന് ചെറിയൊരു പിക്കൊക്കെ ഇങ്ങനെ എടുത്ത് ദെൻ ആ ജീപ്പ് വരുന്നതാണ് തോന്നുന്നുണ്ട് അടുത്ത വീഡിയോയിൽ. അതാ വരുന്നത്.
അതിലാരോ ഉണ്ട് എന്ന് പറഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആരാണോ വരുമ്പോൾ കാണാൻ മിക്കവാറും തോന്നുന്നു ഞങ്ങൾ ജീപ്പിൻ്റെ ബാക്ക് വന്ന് ജീപ്പ് എടുക്കുകയാണെന്ന്. ഞങ്ങളങ്ങനെ പോകുന്നു. ഇല്ലടാ നടക്കുക. അത് തന്നെ ഞങ്ങളാണ് ജീപ്പിൽ വരുന്നത്. ഇതിനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അവിടെ ചെറിയ ചെടിൻ്റെ കുണ്ടുണ്ട്. ഞങ്ങൾ പതുക്കെ എടുക്കുകയായിരുന്നു. അതായത് നമ്മൾ മേരി തീർച്ചാലോ അതിനോട് പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടാവും ഡ്രൈവേഴ്സിനെ. പട്ടാവക്കലെന്തിനാ ഗൈസ് വിളിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പം അടുത്തെത്തുന്നതാണ് തോന്നുന്നത്. അതിൽ നമ്മൾ തന്നെയാണുള്ളത് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഓ മൈ ഗോഡ് യോ. അത് ഞങ്ങളത് ഗൈസ് ബാക്കിലിരിക്കുന്നു യോ. പിന്നെ എന്താ പറയുക, ഇപ്പം അതിൽ കയറിയിട്ടുള്ള ഒരു മഴയൊക്കെ പെയ്യുന്നുണ്ട്, ചെറിയൊരു ചാറ്റൽ മഴ. ഞങ്ങൾ അങ്ങനെ ഒരു പിക്ക് എടുത്തതായിരുന്നു കേട്ടോ. നല്ല രസമാണ് ശരിക്കും. എനിക്ക് വീഡിയോസൊക്കെ ഒരു മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും അങ്ങോട്ട് തന്നെ പോകാൻ എടുക്കുന്നത്. കാരണം അത്രയും സീനായിരുന്നു കേട്ടോ. അടിപൊളി 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 എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അവിടെ കാര്യമായിട്ട് പറയുന്നത് ക്ലൈമറ്റാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ചെറിയൊരു ഓരൊക്കെ യോഗയ്ക്കപ്പോൾ ഞാൻ യോഗ ആക്കാതെ എന്തായാലേ. അപ്പം ഞാനൊരു യോഗ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എന്താ പറയുക തിരിച്ചു പോകുന്നൊരു വഴി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞങ്ങൾ വെറുതെ ഞാനൊന്നും തേയിലത്തോട്ടത്തിൽ ചെറിയൊരു വീഡിയോ പിക്ക് എടുത്തതായിരുന്നു. നമുക്ക് ഇവിടെ വലിയൊരു യോ മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുടെ വരെയൊക്കെ ബൈ, സീ യു ലേറ്റർ.